നമസ്കാരം. അർണോൾഡ് ഹോസ്നഗർ, ജീവിത വിജയത്തിൻ്റെ പര്യായം, ചാപ്റ്റർ 29, ദ സീക്രട്ട്. 2011 ജനുവരി 3 പുതിയ ഗവർണർക്ക് ഓഫീസ് കൈമാറി വൈകുന്നേരം അർണോൾഡ് വീടെത്തുകയാണ്. ആ സമയത്ത് മെറിയ പറയുന്നു, നാളെ നമുക്ക് കൗൺസിലറുടെ അടുത്ത് പോകണം. അപ്പോൾ ഈ ഗവർണറായിരിക്കുന്ന കാലത്തും 2-3 തവണയൊക്കെ കൗൺസിലറുടെ അടുത്ത് പോയിട്ടുണ്ട്. കാരണം രണ്ടുപേരും ചില മാനസിക സമ്മർദ്ദങ്ങൾ ആ സമയത്ത് നേരിട്ടിരുന്നു. വേറൊന്നുമല്ല, കുട്ടികളൊക്കെ വീട് വിട്ടു പോകേണ്ട സാഹചര്യം വരികയാണ്. അതായത് അവിടുത്തെ രീതി അനുസരിച്ച് യൂണിവേഴ്സിറ്റി പഠനം തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ മിക്കവാറും ഹോസ്റ്റലിലൊക്കെ ആയിരിക്കും താമസിക്കുക. പാർട്ട് ടൈം ജോലികൾ ചെയ്തായിരിക്കും അവരുടെ കാര്യങ്ങൾ നോക്കുക. വേണമെങ്കിൽ വീട്ടുകാർക്ക് സ്പോൺസർ ചെയ്യാം. അതിനുള്ള കപ്പാസിറ്റി ഉള്ളവർ തന്നെയാണ് അർണോൾഡും മെറിയയും. പക്ഷേ കുട്ടികൾ സ്വയം വളർന്നു വരണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. എന്നാലും മനസ്സിന് വിഷമം തന്നെയാണ്. കുട്ടികൾ പിരിഞ്ഞു പോകുമ്പോൾ മനസ്സിന് വിഷമം തന്നെയാണ്. അത് കുട്ടികൾ പിരിയുമ്പോൾ കുട്ടികൾക്കും വിഷമമുണ്ടാവും. പക്ഷെ കൂടുതൽ വിഷമം എപ്പോഴും പാരൻസിനായിരിക്കും. പല പാരൻസും മക്കളോട് പറയുമല്ലോ, നിങ്ങൾക്ക് മക്കളുണ്ടാകുമ്പോഴേ പഠിക്കുമെന്ന്. കാര്യം ഇതാണ്. കുടുംബത്തെ ഇതിനേക്കാളൊക്കെ വളരെ ചെറുപ്പത്തിൽ തിരിഞ്ഞു വന്ന ആളാണ് അർണോൾഡ്. പിന്നീട് അദ്ദേഹം ആലോചിച്ചിട്ടുണ്ട്, അന്ന് എൻ്റെ അമ്മ അനുഭവിച്ചിരുന്ന വേദനകൾ. ആ രീതിയിൽ തന്നെയാണ് മെറിയ കോളേജ് പഠന കാലം തുടങ്ങിയ കാലം തൊട്ട് പിന്നെ ഹോസ്റ്റലിലായിരുന്നു. അവരും ഈ പറഞ്ഞ രീതിയിൽ പാർട്ട് ടൈം ജോലികളൊക്കെ ചെയ്ത് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിരുന്നത്. പിന്നെ ജോലി കിട്ടിയ പിന്നെ തറവാട്ടിലേക്കും വല്ലപ്പോഴും ഇങ്ങനെ വല്ല ക്രിസ്മസിനോ ന്യൂ ഇയറിനൊക്കെ പോകുന്നല്ലാതെ പോയിട്ടില്ല. ഇപ്പം പക്ഷെ മക്കൾ പിരിയുമ്പോൾ രണ്ടുപേർക്കും വിഷമം. പക്ഷേ അങ്ങനെ മക്കൾ പിരിഞ്ഞാലേ മക്കളൊക്കെ ഒരു നിലയിൽ എത്തുള്ളൂ എന്നുള്ളതാണ് നമ്മളിവിടെ പതിവായിട്ട് കണ്ടുവരുന്ന കാര്യം. എനിക്ക് അമ്മയെ കാണണം എന്നും പറഞ്ഞ് വീട്ടിൽ ഇരിക്കുന്നവരൊന്നും ഒരു ലെവലിനപ്പുറത്തേക്ക് വളരില്ല. അർണോൾഡ് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ആഗ്രഹം അനുസരിച്ച് ഓസ്ട്രിയയിൽ ഒരു പോലീസ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഓഫീസറായിട്ട് ഇരുന്നിരുന്നെങ്കിൽ ലോകം അറിയുന്ന ഒരു അർണോൾഡ് ഉണ്ടാവില്ല. ഒരാൾ വളരണമെങ്കിൽ അയാൾ പുതിയ സാഹചര്യങ്ങളിലേക്ക് എത്തണം. അത് ഒരു ലോക നിയമമാണ്. അർണോൾഡാണെങ്കിൽ ആ സമയത്ത് 7 വർഷം വളരെ കാര്യമായിട്ട് കൊണ്ടു നടന്ന ഒരു ഓഫീസാണ്. അതിൽ നിന്ന് പിരിഞ്ഞതിൻ്റെ ഒരു ടെൻഷൻ അദ്ദേഹത്തിന് വേറെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം ആ സമയത്ത് കൂടുതലൊന്നും ചോദിച്ചില്ല. മെറിയ ഒന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ അപ്പോഴും മെറിയ ഒന്നും മിണ്ടുന്നില്ല. രണ്ടാളും കൗൺസിലറുടെ അടുത്തെത്തി. രണ്ടാളും അവിടെ ഇരിക്കുന്ന സമയത്ത് കൗൺസിലർ പെട്ടെന്ന് അർണോൾഡ് നോക്കി ഒരു ചോദ്യം. മെറിയ പറയുന്നു, താങ്കൾക്ക് മെറിയയിലുള്ള 4 മക്കളെ കൂടാതെ താങ്കളുടെ വീട്ടുവേലക്കാരിയിൽ ഒരു മകനുണ്ട് എന്ന്. സത്യമാണോ? അപ്പോൾ മെറിയയും കൗൺസിലറും ഒക്കെ നേരത്തെ ചർച്ച ചെയ്ത് തീരുമാനിച്ച ഒരു വിഷയമാണ്. മെറിയെ അർണോൾഡ് സംസാരിച്ച് വഷളാക്കണ്ട എന്ന് കരുതി കൗൺസിലറുടെ അടുത്ത് എത്തിച്ചെന്ന് മാത്രം മെറിയ. അർണോൾഡ് ഒന്ന് ഞെട്ടി. കാരണം എത്ര വലിയ മഹാനും ഒരബദ്ധമൊക്കെ പറ്റുമല്ലോ. ചന്ദ്രനിൽ കളങ്കമൊക്കെ ഉണ്ടെന്ന് പണ്ട് കവികൾ പാടി. സൂര്യനിലും കളങ്കമുണ്ട്, സൺസ്പോട്ട് ഉണ്ടെന്ന് ഇപ്പം കണ്ടെത്തി. അതുപോലെ അദ്ദേഹത്തിനും ജീവിതത്തിൻ്റെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് 1996 അവസാനം ക്രിസ്മസ് വെക്കേഷൻ ടൈം മെറിയയും മക്കളുമൊക്കെ ക്രിസ്മസ് വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പോയി. അർണോൾഡ് ആ സമയത്ത് റോബിൻ ആൻഡ് ബാറ്റ്മാൻ്റെ ഷൂട്ടിങ് കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ സംഭവിച്ച ഒരബദ്ധം. ഏറ്റവും ഇളയ മകൻ പാട്രിക്ക് ജനിച്ച് 5ാമത്തെ ദിവസമാണ് ഈ പറഞ്ഞ പയ്യൻ വേലക്കാരി മാൽഡർ പെട്രീഷ്യയുടെ മകനായി ജോസഫ് ജനിക്കുന്നത്. അവരുടെ ഹസ്ബൻഡിൻ്റെ പേര് റൊഗേലിയോ ബെയ്യീന എന്നാണ്. രേഖകളിലെല്ലാം ആ പയ്യൻ്റെ പേരും ജോസഫ് ബെയ്യീന എന്ന് തന്നെയാണ്. ആ പയ്യൻ ജനിച്ച് അധികം വൈകാതെ ഈ ഹസ്ബൻഡും വൈഫും വേർപിരിഞ്ഞു. പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം ഈ പയ്യൻ സ്കൂളിലൊക്കെ പോകുന്ന ഒരു കാലം തൊട്ടാണ് അർണോൾഡ് മനസ്സിലാക്കുന്നത്. കാരണം ഒരു മുഖസാദൃശ്യം, അർണോൾഡിൻ്റെ മക്കളും അവനെയൊക്കെ കാണാൻ ഏകദേശം ഒരുപോലെ ഇരിക്കും. അതുവരെ അർണോൾഡ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടില്ല. എന്തായാലും ആ പയ്യൻ്റെ മുഖഭാവം കണ്ടപ്പോൾ മനസ്സിലായി അത് സ്വന്തം മകനാണെന്ന്. ആ പയ്യൻ്റെയും അവൻ ആ സമയമാകുമ്പോഴേക്കും ഒരു അനിയൻ ജനിച്ചിട്ടുണ്ട്. അത് ഈ റൊഗേലിയോ ബെയ്യീനെ പിരിഞ്ഞതിന് ശേഷം പെട്രീഷ്യ വേറൊരു വിവാഹം കഴിച്ചു. അതിൽ ഒരു മകനുണ്ട്, ജാക്കി റോസോ. ഈ 2 കുട്ടികളുടെയും സ്കൂൾ ചെലവ് ഈ ഒരു കാര്യം മനസ്സിലായ കാലം തൊട്ട് അർണോൾഡ് വഹിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഗവർണറാണ്. പക്ഷേ പിന്നീട് ഈ പെട്രീഷ്യോ
അർണോൾഡോ പരസ്പരം ബന്ധപ്പെടുകയോ ഈ കാര്യങ്ങളെക്കുറിച്ച് അവർ തമ്മിൽ സംസാരിക്കുകയുണ്ടായിട്ടില്ല. ഇത്തരം ഒരു കാര്യം പറഞ്ഞ് ഗവർണറെ മുതലെടുക്കണം എന്നൊരിക്കലും പെട്രീഷ്യ വിചാരിച്ചിട്ടില്ല. അതങ്ങനെ ഒരു രഹസ്യം പോലെ കൊണ്ടു നടക്കണം. എന്തായാലും ഈ പയ്യന്റെ മുഖസാദൃശ്യം അർണോൾഡിന് മാത്രമല്ലല്ലോ, ബാക്കിയുള്ളവർക്കും അറിയുമല്ലോ. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലതുണ്ട്. ഒരു പരസ്പരം അത്രയും കാലം ചർച്ച ചെയ്തിട്ടില്ല. അത് പക്ഷെ അർണോൾഡിന് വളരെയധികം വിഷമമുണ്ട്. കാരണം എല്ലാവരും തുറന്ന് സംസാരിക്കുന്ന ആളാണ്, പ്രത്യേകിച്ച് മെറിയ. അർണോൾഡ് പലപ്പോഴും അങ്ങനെയല്ല, പല കാര്യങ്ങളും എല്ലാം സ്വയം നേരിടാം. നമുക്കറിയാം, ഹാർട്ട് ഓപ്പറേഷൻ പോലും മെറിയ അറിയാതെ നടത്തണം എന്ന് വിചാരിച്ചൊരു വ്യക്തിയാണ് അർണോൾഡ്. അതുകൊണ്ട് പലപ്പോഴും അദ്ദേഹം തുറന്ന് സംസാരിക്കാറില്ലെങ്കിലും മെറിയ തുറന്ന് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഒരിക്കൽ മെറിയ ഒരു സംശയം പറഞ്ഞിരുന്നു. അന്ന് അർണോൾഡ് നിഷേധിച്ചു. കാരണം അന്ന് അർണോൾഡ് ഈ പയ്യനെ കണ്ടിട്ടില്ല. ഈ പയ്യൻ വളരെ കുഞ്ഞായിരുന്നപ്പോൾ അർണോൾഡ് വല്ലപ്പോഴൊക്കെ അല്ലേ വീട്ടിൽ വരുന്നുള്ളൂ. ആ സമയത്ത് ഈ പയ്യൻ അദ്ദേഹം കണ്ടിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം അതിനൊന്നുമില്ല എന്ന് പറഞ്ഞു. ഏതായാലും കൗൺസിലറുടെ മുമ്പ് വെച്ച് ഇനിയിപ്പോൾ എതിർത്തിട്ടൊന്നും കാര്യമില്ല, എല്ലാവർക്കും മനസ്സിലായ കാര്യം തന്നെയാണ് എന്ന് അർണോൾഡിന് മനസ്സിലായി. അർണോൾഡ് പറഞ്ഞു സത്യം, അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. അതിനു മുമ്പോ അതിന് ശേഷമോ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മെറിയ ഒരു കാര്യത്തിൽ കർട്ടൻ റൈറ്റ് ആയിരുന്നു. അതായത് അങ്ങനെ സംഭവിച്ചതെല്ലാം മെറിയയ്ക്ക് വിഷമം, അത് മെറിയയോട് പറഞ്ഞില്ല. അതുകൊണ്ട് മെറിയ അവിടെ വെച്ച് ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. കൗൺസിലറുടെ മുമ്പിൽ വെച്ച് തന്നെ അവർ സംസാരിച്ച് ചില തീരുമാനങ്ങളിലെത്തി. ഇനി ഒരിക്കലും ഹസ്ബൻഡായിട്ട് വൈഫായിട്ട് അവർ ജീവിക്കുന്നില്ല, താമസം മാറുന്നു. കുട്ടികളും മെറിയ കൊണ്ടുപോകും. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം രണ്ടുപേർക്കും ഉണ്ടാവും. കാരണം രണ്ടുപേരുടെയും കൂടിയാണല്ലോ മക്കൾ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ മെറിയ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിനോടനുബന്ധിച്ചുള്ള ഒരു ചെറിയൊരു കോട്ടേജ് ഉണ്ട്, അവിടേക്ക് താമസം മാറ്റി. അന്ന് തന്നെ മൂത്ത മക്കളെ രണ്ടുപേരും അപ്പ സ്ഥലത്തില്ല, ഷിക്കാഗോയിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുകയാണ്. അവരുടെ അടുത്ത് ഫോണിൽ സംസാരിച്ച് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. ഇളയ രണ്ട് മക്കൾ വീട്ടിലുണ്ട്, അവരോടും ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും ഇപ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമൊക്കെ ആയി. ചെറിയ പയ്യൻ പാട്രിക്കിന് പോലും 13 വയസ്സ് കഴിഞ്ഞു. ഈ പാട്രിക്കിനേക്കാൾ 5 ദിവസം മാത്രം ഇളയതാണ് ജോസഫ് ബെയ്ന. മെറിയയും 2 ആൺകുട്ടികളും ആ കോട്ടേജിലേക്ക് താമസം മാറി. പക്ഷേ ദിവസം ഒരു 10 തവണയെങ്കിലും ആ കുട്ടികൾ അർണോൾഡിനെ കാണാൻ വരും. അതിൽ മെറിയയ്ക്ക് എതിർപ്പൊന്നുമില്ല. ഇതിനിടയിൽ മെറിയ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു. 2011 തന്നെ ഫയൽ ചെയ്തു. പക്ഷേ അത് വിധിയായത് 10 കൊല്ലം കഴിഞ്ഞാണ്. 2021 അതിൻ്റെ ആ ഡിവോഴ്സ് പെറ്റീഷൻ അലോ ചെയ്തുകൊണ്ടുള്ള കോടതി വിധി വന്നത്. ഒരു കാര്യം കൂടി പറയാം, അർണോൾഡിൻ്റെ ഈ 3 ആൺമക്കളിൽ ശരിയായ അർണോൾഡിൻ്റെ പിൻഗാമി എന്ന് പറയാവുന്നത് ജോസഫ് ബെയ്യനെയാണ്. അദ്ദേഹം അർണോൾഡിനെ പോലെ തന്നെ നല്ലൊരു ബോഡി ബിൽഡറാണ്. അർണോൾഡിൻ്റെ ലെവലിലേക്കൊന്നും വന്നില്ലെങ്കിലും ഇപ്പോൾ യേശുദാസിൻ്റെ മകൻ ഒരിക്കലും യേശുദാസ് ആവുന്നില്ല, പ്രേം നസീറിൻ്റെ മകൻ ഒരിക്കലും പ്രേം നസീർ ആവുന്നില്ല എന്ന് പറയുന്നത് പോലെ അർണോൾഡിൻ്റെ മകനും അർണോൾഡിൻ്റെ ലെവലിലേക്ക് വന്നിട്ടില്ല. എന്നാലും നല്ല രീതിയിലൊരു ബോഡി ബിൽഡറാണ്. അത്യാവശ്യം സിനിമകളിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ രീതിയിൽ ആ പയ്യനും മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഇവർ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം പിന്നെ ആ പയ്യൻ്റെ എല്ലാ കാര്യങ്ങളും അർണോൾഡ് തന്നെ നോക്കിയിരുന്നു. അവൻ യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് തുടങ്ങുന്നവരെയുള്ള കാര്യങ്ങളെല്ലാം യൂണിവേഴ്സിറ്റി സ്റ്റഡി തുടങ്ങിയപ്പോൾ അർണോൾഡ് പറഞ്ഞു, ഇനി നീ പാർട്ട് ടൈം ജോലി ചെയ്ത് നിൻ്റെ കാര്യം നീ നോക്കിക്കൊള്ളണം. പിന്നെ ഈ പറഞ്ഞ രീതിയിലൊക്കെ പിരിഞ്ഞെങ്കിലും പല സ്പെഷ്യൽ ഒക്കേഷൻസിനും മെറിയയും മക്കളും അർണോൾഡും എല്ലാം ഒത്തുകൂടും. ആ സമയത്ത് ഭാര്യയും ഭർത്താവുമായിട്ടുള്ളൊരു ജീവിതം ഇല്ലെങ്കിലും നല്ല ഫ്രണ്ട്സായിട്ട് അവരിന്നും ജീവിക്കുന്നു. അധികം വേഗം തന്നെ മെറിയയുടെ വീട്ടിലേക്ക് പോവുകയാണ്. പിണങ്ങി പോകുന്നല്ല, അവിടെ വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. മെറിയയുടെ അച്ഛൻ റോബർട്ട് ഷ്രൈവർ അൽഷൈമേഴ്സ് ബാധിതനാണ്. വളരെയധികം പ്രായമായി, 95 വയസ്സിനോടടുക്കുന്നു. അദ്ദേഹത്തെ അത്തരം രോഗങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വൃദ്ധസദനത്തിലേക്ക് ഇനി മാറ്റണം. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വീട്ടിൽ നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കായി. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ സഹോദരങ്ങളുമായിട്ടൊക്കെ ചർച്ച ചെയ്യണം. അതിനുവേണ്ടി മെറിയ പോയി ചർച്ചകളൊക്കെ നടത്തി. അവർ അത്തരം ഏറ്റവും വലിയൊരു സ്ഥാപനം തന്നെ കണ്ടുപിടിച്ചു. അവിടേക്ക് അദ്ദേഹത്തിനെ മാറ്റാൻ തീരുമാനമാക്കി. പക്ഷേ അങ്ങോട്ട് പോകേണ്ടി വന്നില്ല. ഏതാനും ദിവസങ്ങൾക്കകം ജനുവരി 22-ാം തീയതി അദ്ദേഹം അന്തരിച്ചു. അത് മെറിയയ്ക്കും അർണോൾഡിനും വലിയൊരു ഷോക്കായിരുന്നു. മെറിയയുടെ അച്ഛൻ ഒരു മാർഗദർശി, അർണോൾഡിനും അദ്ദേഹം ഒരു മാർഗദർശിയായിരുന്നു. അത് മെറിയയുടെ അച്ഛനാണെങ്കിലും കൊള്ളാം, അമ്മയാണെങ്കിലും കൊള്ളാം. രാഷ്ട്രീയമായിട്ടൊക്കെ രണ്ടുപേരും 2 പാർട്ടികളിലാണെങ്കിലും
അർണോൾഡിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനും സപ്പോർട്ടായിരുന്നു ഈ രണ്ടുപേരും. അതിൽ മരിയയുടെ അമ്മ നേരത്തെ മരിച്ചു, ഇപ്പോൾ അതാ മരിയയുടെ അച്ഛനും. ഫ്യൂണറലൊക്കെ അവർ ഒന്നിച്ച് തന്നെയാണ് പങ്കെടുത്തത്. അങ്ങനെ ആ ഒരു അധ്യായവും കഴിഞ്ഞു. പിരിഞ്ഞ് താമസിക്കാൻ തീരുമാനിച്ചു, താമസം മാറ്റി. പക്ഷേ ഈ കാര്യം പബ്ലിക്കായിട്ടില്ല. എന്നാലും കുറേശ്ശെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. ഒരു ദിവസം രാവിലെ അദ്ദേഹത്തിന് ലോസ് ആഞ്ചലസ് ടൈംസ് എന്ന പത്രത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നു. ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടു, ശരിയാണോ? ഇനിയിപ്പോൾ ശരിയല്ല എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയേണ്ട കാര്യം തന്നെയാണ്. അർണോൾഡ് സമ്മതിച്ചു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ ഒരു ന്യൂസിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താ താല്പര്യം? അത് എൻ്റെ പേഴ്സണൽ മാറ്ററാണ്. കഴിഞ്ഞ വർഷം അവസാനം വരെയാണെങ്കിൽ ശരി, ഞാൻ കാലിഫോർണിയൻ ഗവർണറാണ്. ആ സമയത്ത് ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ടാവേണ്ട കാര്യമാണ്. ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പിന്നെ ആ പത്രത്തിൽ വലുതായിട്ട് ന്യൂസൊന്നും വന്നില്ല. എന്നാലും പല പത്രങ്ങളും പിന്നെ ഇത്തരം ചില കാര്യങ്ങൾ ചെറിയ ന്യൂസായിട്ടെങ്കിലും കൊടുക്കുകയാണ്. ഇങ്ങനെ അർണോൾഡും, പിന്നെ അർണോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് ഫിഗറാണ്. ഇപ്പോൾ ഗവർണർ അല്ലെങ്കിൽ പോലും ലോകമെമ്പാടും ജനങ്ങൾ അറിയുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഏതായാലും ജനങ്ങൾക്ക് അത്തരം ഒരു കാര്യത്തിൽ താല്പര്യം ഉണ്ടാവും. അങ്ങനെ ന്യൂസ് പതുക്കെ സ്പ്രെഡാവുകയാണ്. ആ സമയത്ത് അർണോൾഡ് മക്കളെല്ലാം വിളിച്ച് പറഞ്ഞു, ഈ പറഞ്ഞ പെൺകുട്ടികളെ ഫോണിലും ആൺകുട്ടികളെ നേരിട്ടും പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്തരം പല പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾ കോളേജിലും സ്കൂളിലും ഒക്കെ പോകുമ്പോൾ പലരും ഇതൊക്കെ ചോദിക്കും. ചോദിച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾ ഉള്ളത് പറഞ്ഞേക്കുക, നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തറിയും. അതേ കാര്യങ്ങൾ തന്നെ ഇതിനേക്കാൾ കഷ്ടമാണ് മറ്റേ പയ്യൻ്റെ കാര്യം, ജോസഫ് പയ്യന്. അവൻ്റെ അടുത്ത് മറ്റേ പലരും ചോദിക്കും, നിൻ്റെ അച്ഛൻ ആളാണല്ലേ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അവൻ്റെ അടുത്ത് പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞോ നിൻ്റെ അച്ഛൻ അർണോൾഡ് ഷ്വാസ്നഗറാണെന്ന്. മെറിയയും അർണോൾഡും അവരുടെ തിരക്കുകളിലേക്ക് മാറുകയാണ്. മെറിയയ്ക്ക് അതിനിടയിൽ സ്പെഷ്യൽ ഒളിമ്പിക്സ്, ഇത്രയും കാലം അച്ഛനും അമ്മയൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നൊരു പ്രസ്ഥാനമാണ്. ഇനിയിപ്പം മെറിയൻ സഹോദരങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം. അതിൻ്റേതായിട്ടുള്ള പല യാത്രകളും കൂടാതെ അവരുടെ ജോലിയും ഒക്കെ ആയിട്ട് മറിയ പോയിക്കൊണ്ടിരിക്കുന്നു. അർണോൾഡിനാണെങ്കിൽ ആ സമയത്ത് ഗവർണർഷിപ്പ് ഒഴിഞ്ഞതിന് ശേഷം ഓരോ ജില്ലകളിലും അത് അവിടത്തേക്ക് ഒരു സിസ്റ്റമാണ്. പോയി ജനങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കണം. ഇത്രയും കാലം ഗവർണറായിരുന്നപ്പോൾ എന്ത് ചെയ്തു ഒക്കെ ജനങ്ങൾക്കറിയാം. നല്ലൊരു ഫോമൽ ചടങ്ങ്. അത്തരം യോഗങ്ങളൊക്കെ കുറേ കഴിഞ്ഞു. ഇനി അടുത്ത പ്രശ്നം, ഇപ്പം 7 വർഷമായിട്ട് വരുമാനമൊന്നുമില്ല, ചിലവ് മാത്രമേ ഉള്ളൂ. അതുവരെയുള്ള സമ്പാദ്യത്തിൽ നിന്ന് ചിലവ് ചെയ്യലാണ്. കാരണം ഗവർണറായിട്ട് ജോയിൻ ചെയ്ത് പിന്നെ ശമ്പളമോ യാതൊരുവിധ അലവൻസുകളോ കൈപ്പറ്റിയിട്ടില്ല. സിനിമയിലേക്ക് തിരിച്ചു പോകണം. എന്നാലേ മാത്രമല്ല ഇനിയിപ്പം വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ആ സമയത്താണ് സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ വിയന്നയിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ എനർജി ഫോറം, അത് UNOയുടെ ഒരു പ്രോഗ്രാമാണ്. അവിടേക്ക് മുഖ്യാതിഥിയായിട്ട് അർണോൾഡിനെ ക്ഷണിക്കുന്നു. അർണോൾഡ് അപ്പം തന്നെ സെക്രട്ടറി ജനറൽ ബാൻ കി മൂണിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അത് ഞാനിപ്പോൾ കാലിഫോർണിയൻ ഗവർണർ അല്ല, ആ വിവരം നിങ്ങൾ അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞ മറുപടി രസകരമായിരുന്നു. ഗവർണർ സ്ഥാനം പോയെങ്കിലും ആ 10 ലക്ഷം സോളാർ റൂഫ് അവിടെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ വിയന്നയിൽ പോയി ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. ഇനി സിനിമ. അർണോൾഡിനായിട്ട് വർഷങ്ങളായിട്ട് നീട്ടിക്കൊണ്ടുപോകുന്നൊരു സിനിമയുണ്ട്, ക്ലൈമാക്കോ. അതിൻ്റെ സംവിധായകൻ അർണോൾഡിനോട് നേരിട്ട് പറഞ്ഞാണ്, എന്ന് ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ് അഭിനയ രംഗത്തേക്ക് വരുന്നോ അന്നേ ഈ സിനിമ ഞാൻ ഷൂട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പോൾ ആ സിനിമയിൽ നിന്ന് അർണോൾഡിനെ ഒഴിവാക്കി. അങ്ങനെ കുടുംബ ബന്ധങ്ങളിലെ വിള്ളൽ കാരണം ഒരു സിനിമ നഷ്ടപ്പെടുന്നു. കൂടാതെ ഒരു ആനിമേഷൻ സിനിമയിലും അദ്ദേഹത്തിന് റോളുണ്ടായിരുന്നു, ദ ഗവർണേറ്റർ എന്നൊരു സിനിമ. ആ സിനിമ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഏതാനും മാസങ്ങൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരിക്കേണ്ടി വന്നു. ആ സമയത്ത് അദ്ദേഹം ആലോചിച്ചത് ഹാർട്ട് സർജറി കഴിഞ്ഞ കാലഘട്ടമായിരുന്നു. ആ സമയത്ത് 2 വർഷത്തോളം സിനിമയിൽ നിന്ന് മാറിയിരിക്കുകയല്ല, ആരും അദ്ദേഹത്തെ അഭിനയിക്കാൻ വിളിച്ചിരുന്നില്ല. അത്തരം ഒരവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയാണോ എന്ന് വരെ അദ്ദേഹത്തിന് തോന്നിപ്പോയി. അപ്പം അദ്ദേഹം ആലോചിക്കാൻ തുടങ്ങി, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അതിനനുസരിച്ചുള്ള ഭാവി പരിപാടി നോക്കണം. എന്തായാലും ഇപ്പോൾ സിനിമയില്ലെങ്കിലും ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അപ്പോഴാണ് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ പാട്രിക്കിനെ നമുക്കറിയാം. അർണോൾഡ് സ്കൂൾ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു, പഠിപ്പിച്ചു. ഇപ്പം അവനൊരു അഡ്വക്കേറ്റാണ്. പ്രധാനമായിട്ടും ഈ സിനിമാക്കാരുടെ കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം പാട്രിക് അർണോൾഡിനെ വിളിച്ച് പറയണം, അങ്കിൾ,
ചില ആൾക്കാർ എന്നോട് ചോദിക്കുന്നു, അങ്കിൾ ഇനിയും അഭിനയിക്കുമോ അതോ അഭിനയം നിർത്തുകയാണോ? അഭിനയിക്കുകയാണെങ്കിൽ അഭിനയിപ്പിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അതോടെ കളി മാറി. അടുത്ത ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ എക്സ്പാൻഡബിൾസ് 2. ഈ എക്സ്പാൻഡബിൾസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സിനിമ റിലീസ് ചെയ്തിരുന്നു. അതിൻ്റെ പാർട്ട് 1 സിൽവസ്റ്റർ സ്റ്റാലോണായിരുന്നു ഹീറോ. ഗവർണറായിരിക്കുമ്പോൾ തന്നെ അതിലൊരു ഗസ്റ്റ് റോൾ അഭിനയിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരികയാണ്. സിൽവസ്റ്റർ സ്റ്റാലോൺ കൂടാതെ അന്നത്തെ പല ആക്ഷൻ ഹീറോസ് സൂപ്പർ സ്റ്റാർസും ഉണ്ട്. ചക്ക് നോറിസ്, ബ്രൂസ് വില്ലിസ്, വാൻ ഡാം, അങ്ങനെ ഒരുപാട് ആക്ഷൻ ഹീറോസ് ഉള്ള ഒരു സിനിമ. അങ്ങനെ ആ സിനിമയിൽ അഗ്രിമെൻ്റ് ഒപ്പുവെച്ചു. അർണോൾഡ് ഷൂട്ടിംഗ് സൈറ്റിലെത്തി. പക്ഷേ സ്റ്റണ്ട് സീനുകളിൽ അഭിനയിക്കാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടി. ഈ ഗവർണർഷിപ്പിൽ വന്ന പിന്നെ എക്സസൈസ് പോലും വളരെ കുറവാണ്. 10-16 മണിക്കൂർ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. അതിന് ശേഷം അവിടെ തന്നെ കിടന്നുറങ്ങും, അല്ലെങ്കിൽ വിമാനം കയറി വീട്ടിൽ വരും. അടുത്ത ദിവസം രാവിലെ വിമാനം കയറി വീണ്ടും ഓഫീസിൽ പോകും. ഇതിൻ്റെ ഇടയിൽ അവിടെ വർക്കൗട്ടിൻ്റെ ടൈപ്പ്. അതുകൊണ്ട് ബോഡി അങ്ങോട്ട് വഴങ്ങാൻ ആദ്യമൊക്കെ ഒരിത്തിരി വിഷമം ഉണ്ടായിരുന്നു. പിന്നെ പ്രായം 64 വയസ്സ് കഴിഞ്ഞു ആ സമയത്ത്. ഏതായാലും കൂടെയുള്ള ആക്ഷൻ ഹീറോസ്, പ്രധാനമായിട്ട് ചക്ക് നോറിസും വാൻ ഡാമും, അവരൊക്കെ വളരെയധികം മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിച്ച ആൾക്കാരാണ്. കൂടെ തന്നെ സിൽവസ്റ്റർ സ്റ്റാലോണും അവരൊക്കെ ഒരുപാട് സഹായിച്ചു. ഒരുപാട് ദിവസം അവരുമായിട്ടൊക്കെ അത്തരം പല രംഗങ്ങളുമൊക്കെ റിഹേഴ്സലൊക്കെ നടത്തി. അതിന് ശേഷമൊക്കെയാണ് ഷൂട്ടിങ് തുടങ്ങിയത്. എന്തായാലും മാത്രമല്ല ആ സമയത്ത് അർണോൾഡിനൊരു സമാധാനമുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള സ്കാൻഡൽസ് കാരണം ഈ സിനിമ എങ്ങാനും പൊളിഞ്ഞു പോയാൽ, ജനങ്ങൾ സിനിമ കണ്ടില്ലെങ്കിൽ, അദ്ദേഹം മാത്രം സ്റ്റാർ ആവുന്ന ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ പ്രശ്നവും അർണോൾഡിൻ്റെ തലയിലിരിക്കും. ഇതിപ്പോൾ ഇത്രയും സ്റ്റാറുകൾ ഉള്ളതുകൊണ്ട് ഒരാളെ മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും ആ സിനിമ വൻ വിജയമായി. വീണ്ടും അർണോൾഡ് അഭിനയ രംഗത്ത് സജീവമായി. പഴയ രീതിയിൽ ധാരാളം റോളുകൾ. അപ്പോഴേക്കും പിന്നെ ബോഡിയൊക്കെ ഒന്നുകൂടി ഷേപ്പ് ചെയ്തെടുത്തു. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറയാം. ഈ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോഴും ഓൺലൈൻ മീഡിയയൊക്കെ കാണാം, അർണോൾഡിൻ്റെ ബോഡി എങ്ങനെ മോശമായിപ്പോയി. അതിന് അവർ ചോദിക്കുന്നവരുടെ ഉത്തരം പറയും, സ്റ്റെറോയിഡ്സ് ഉപയോഗം നിർത്തിയപ്പോൾ. അർണോൾഡിനേക്കാൾ കൂടുതൽ അർണോൾഡിനെ കുറിച്ച് അറിയുന്നവരാണ് ഇവിടെ പലരും. അർണോൾഡ് സ്റ്റെറോയിഡ്സ് തുടങ്ങി അധികം വൈകാതെ നിർത്തിയ ഒരാളാണ്. സ്റ്റെറോയിഡ്സ് കൊണ്ടല്ല അദ്ദേഹം ബോഡി ബിൽഡിങ്ങിൽ ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അത് ബോഡി ബിൽഡിംഗ് രംഗത്ത് അന്നത്തെ കാലത്തുള്ളവർക്കെല്ലാം അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ പ്രധാന എതിരാളികൾ പോലും അർണോൾഡിനെ സ്റ്റെറോയിഡ് യൂസ് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നില്ല. അതിന് ശേഷം വന്ന പലരുമാണ് തീരുമാനിച്ചത് അർണോൾഡ് സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്താണ് അങ്ങനെ ആയത്. നമുക്കറിയാം, സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് സിനിമയ്ക്ക് വേണ്ടിയുള്ളൊരു ബോഡി ആക്കി എടുക്കേണ്ടി വന്നു. അതിനുവേണ്ടി അദ്ദേഹം മനഃപൂർവ്വം എക്സസൈസിൻ്റെ രീതി മാറ്റിയാണ് ബോഡി മാസ് കുറച്ചത്. പിന്നെ ബോഡി ഷേപ്പ് വളരെയധികം മോശമായത് ഈ 7 വർഷം ഗവർണറായിരുന്ന കാലഘട്ടമാണ്. ആ 7-8 വർഷം കാര്യമായിട്ട് വർക്കൗട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ആ ബോഡി ഷേപ്പ് മഹാമോശമായിപ്പോയത്. പതിവായിട്ട് ആ വർക്കൗട്ട് തുടർന്ന് വന്നിരുന്നെങ്കിൽ അദ്ദേഹം ടെർമിനേറ്ററിലൊക്കെ കണ്ട അതേ ബോഡി നിലനിർത്തി വന്നേനെ. 2011 അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ മറ്റൊരു വലിയ അംഗീകാരമായിരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയയിൽ തുടങ്ങുന്ന ഒരു പുതിയ പൊളിറ്റിക്കൽ കോളേജ്. ആ കോളേജിന് അവരുടെ പേര് ഷ്വാസ്നഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗ്ലോബൽ പോളിസി. അത് ഒരു കാര്യമുണ്ട്, അവിടെയൊക്കെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പോലെ രാഷ്ട്രീയക്കാരല്ല ഭരിക്കുന്നത്. അതിന് വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പേരിടണമെങ്കിൽ അവർക്ക് തോന്നണം, അല്ലാതെ രാഷ്ട്രീയക്കാരനാണ് ഇയാളെ സോപ്പിട്ട് നമുക്ക് ആളാവാം എന്നൊന്നും കരുതി അവിടെ ഒരു യൂണിവേഴ്സിറ്റിയും ആർക്കും അങ്ങനെ ബഹുമതിയൊന്നും കൊടുക്കില്ല. ആ കോളേജിൻ്റെ ഉദ്ഘാടകൻ അദ്ദേഹമായിരുന്നു. അതുകൂടാതെ അവിടെ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകൾ, അക്കാഡമിക് ക്ലാസ് അല്ല, എക്സ്പീരിയൻസിൻ്റെ ക്ലാസ്സുകൾ, അത് അദ്ദേഹം അന്നും ഇന്നും തുടരുന്നുണ്ട്.